ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളിലേക്കാണ്. വികസന പ്രവർത്തനങ്ങളുടെ പിൻബലത്തിൽ ആത്മവിശ്വാസത്തിലാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ LDF. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പിന്തുണ ആത്മവിശ്വാസത്തിന് കൂടുതൽ ബലം നൽകുന്നുണ്ട്. എന്നാൽ എന്ത് വില കൊടുത്തും ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാനാണ് UDFന്റെ നീക്കം. ഇടുക്കിയിൽ നിന്ന് ആശയ്ക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആശയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് UDFന് അനുകൂലമായ ഒരു ചായ്വ് ഉള്ള പ്രദേശമായിരുന്നു ഇടുക്കിയിലെ മലയോര മേഖലകളൊക്കെ തന്നെ. പക്ഷേ കഴിഞ്ഞ തവണ ചിത്രമൊന്നും മാറി. ഈ പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വരവോടുകൂടി LDF കുറച്ചുകൂടി സ്ട്രോങ് ആയി. പക്ഷെ ഇത്തവണ എന്താണ് ഇടുക്കിയുടെ ഒരു പൾസ്? UDF തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണോ കാണുന്നത്? തീർച്ചയായും അനീഷ ആ നിലയിലാണ്. അനീഷ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടുക്കി ജില്ലയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ പൊതുവിൽ ഇടതുപക്ഷത്തിന് അത്ര അനുകൂലമായ സാഹചര്യം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. UDF അനുകൂല സാഹചര്യം നിലനിന്നിരുന്ന ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ പക്ഷേ 2020 കണക്കെടുത്ത് തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോഴേക്കും LDF വലിയ നേട്ടം ഉണ്ടാക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. സീറ്റ് നില പരിശോധിച്ചാൽ LDFന് 10 സീറ്റുകളും UDFന് 6 സീറ്റുകളും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിൽ LDFിലെ കക്ഷി നില എടുത്ത് പരിശോധിച്ചാൽ തന്നെ CPMന് 5ഉം CPIക്ക് 4ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 1 എന്ന നിലയിൽ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പ്രവർത്തിച്ചത് LDFിലേക്ക് പുതുതായി എത്തിയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പിന്തുണയാണ്. വിവിധ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ കർഷക മേഖലകൾ. അവിടെയൊക്കെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഒരു കടന്നുവരവ് LDFന് വലിയ ഗുണം ചെയ്യുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ ഒരു UDF അനുകൂല ട്രെൻഡിനെ മാറ്റിമറിക്കുവാനും LDFന് കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ പ്രതിഫലിച്ച ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഒരു പ്രത്യേക ജനകീയ സർക്കാർ എന്ന പരിവേഷം, പിണറായി വിജയൻ സർക്കാരിനുണ്ടായ വലിയ ജനസമ്മതിയൊക്കെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 2020 തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയുണ്ടായി. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ മുന്നണി മാറ്റം വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ എന്നുള്ളതാണ്. അത് നമുക്ക് പഴയ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ 2015 കണക്കെടുത്ത് നോക്കിയാൽ UDFനാണ് 10 സീറ്റുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. എന്നാൽ LDFന് 4 സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വതന്ത്രരായ 2 പേരായിരുന്നു ബാക്കി 2 സീറ്റുകൾ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. ആ നിലയിൽ നിലവിലുള്ള ഈ അഡ്വാൻറ്റേജ്, മുന്നണി ബന്ധങ്ങളിലുള്ള ഈ അഡ്വാൻറ്റേജ് പരമാവധി ഗുണം ചെയ്യും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നാണ് LDF കണക്കാക്കുന്നത്. കൂടാതെ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുള്ള മലയോര ജില്ല എന്ന നിലയിൽ തന്നെ ജില്ല നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ, അതിനെ അഡ്രസ് ചെയ്യാൻ ഇത്തവണത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പ്രത്യേകമായി തന്നെ ആരോഗ്യ മേഖലയിലുണ്ടായ ഇടപെടലുകൾ, റോഡ് വികസനങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ അടക്കം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭരണസമിതിക്കുണ്ട് എന്നാണ്. അതേസമയം ഈ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തു വില കൊടുത്തും തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ള ലക്ഷ്യമാണ് UDFനുള്ളത്. UDFന് തിരിച്ചെത്താനുള്ള ഒരു ശ്രമമാണ് UDFന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഉണ്ടാവുക എന്ന കാര്യമാണ് ആശിക പറയുന്നത്.